ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മീനമാസമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ചൈത്രമാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. മീനമാസം മഹാവിഷ്ണു ഭജനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ മാസങ്ങളിൽ ഒന്നാണ്. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ മാസങ്ങളിൽ ഒന്നാണ് മീനമാസം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജനിച്ചത് ഈ ചൈത്രമാസത്തിലാണ്. ചൈത്രമാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള മാസം അനുസരിച്ചിട്ട് മീനമാസമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്നു. ചൈത്രമാസം നമുക്കറിയാം ഭാരതത്തിന്റെ ശകവർഷ കലണ്ടറിലെ മാസങ്ങളാണ്. അപ്പം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നർത്ഥം. വളരെ വളരെ പ്രത്യേകതയുള്ള മാസമാണ്. ഒരുപാട് ഉത്സവങ്ങൾ വരാൻ പോകുന്ന, വളരെ ഐശ്വര്യമുള്ള ദിവസങ്ങൾ വരാൻ പോവുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം ഉടൻ തന്നെ വരാൻ പോകുന്നു. 2026 മാർച്ച് മാസം 19-ാം തീയതി മുതൽ മാർച്ച് മാസം 27-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളാണ് ചൈത്ര നവരാത്രി. നമ്മൾ സാധാരണ മലയാളികൾ ഒരു നവരാത്രിയാണ് ആഘോഷിക്കുന്നത്, അല്ലെ? നമ്മുടെ വിജയദശമി, അതായത് നമ്മുടെ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ആ ഒരു നവരാത്രി മാത്രമാണ് നമ്മൾ മലയാളികൾ ആഘോഷിക്കുന്നത്. എന്നാൽ ഭാരതത്തിന് ഒരു നവരാത്രി അല്ല ഉള്ളത്, 4 നവരാത്രികളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവരാത്രിയാണ് ചൈത്ര നവരാത്രി. മാഘ നവരാത്രി, ചൈത്ര നവരാത്രി, ആഷാഢ നവരാത്രി, ശാരദീയ നവരാത്രി, ഇങ്ങനെ 4 നവരാത്രികൾ ആണ് ഭാരതത്തിൽ ആഘോഷിക്കുന്നത്. അതിൽ തന്നെ ചൈത്ര നവരാത്രിക്ക് വലിയ പ്രാധാന്യമാണ് ഭാരതത്തിൽ കൊടുക്കുന്നത്. നവദുർഗകളെയാണ് പൂജിക്കുന്നത്. ദുർഗാദേവിയുടെ 9 രൂപങ്ങളെ. ഈ 9 ദിവസങ്ങളും ഉത്തരേന്ത്യയിലുള്ള ആളുകളൊക്കെ തന്നെ പൂർണ്ണ വ്രതനിഷ്ഠയോടുകൂടി ഇരിക്കാറുണ്ട്. അവരൊക്കെ വീടുകളിൽ ഘടം സ്ഥാപിക്കുകയും, അതായത് ഭഗവതിയെ ആവാഹിച്ച് കുടിയിരുത്തുകയും, അങ്ങനെ പൂജ ചെയ്യുകയും, രാവിലെയും വൈകുന്നേരവും ഒക്കെ പൂജ ചെയ്യുകയും പ്രസാദങ്ങൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ 9 ദിവസങ്ങളും പൂർണ്ണ വ്രതത്തോടു കൂടിയിരുന്ന് അവർ പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല, അല്ലെങ്കിലും ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ മലയാളികൾക്ക് വളരെ കുറവാണ്. നമുക്കെന്തോ അതൊക്കെ ഒരു മോശപ്പെട്ട ആചരണമാണ് എന്നാണ് നമ്മുടെയൊക്കെ ഒരു പൊതുവായ ഒരു ധാരണ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും ആഘോഷിക്കാറില്ല. നമ്മുടെ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ആ സമയത്ത് പോലും നമ്മൾ കുട്ടികളെ എഴുത്തിനിരുത്താൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പലരും ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കുട്ടികളുടെ കൂടെ ആ 9 ദിവസവും ഇരുന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അങ്ങനെ ഒരു വ്രതനിഷ്ഠയോട് കൂടിയൊക്കെ ഇരിക്കാറുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് മത്സ്യവും മാംസവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അത്രയും ദിവസം ഇരിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പലർക്കും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു താല്പര്യക്കുറവ് ഉണ്ടാകുന്നത് സ്വാഭാവികമായി. എങ്കിലും മാറ്റമുണ്ട്. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിലൊക്കെ വിശ്വാസം വരുന്നുണ്ട്. ധാരാളം ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും അതനുസരിച്ചിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ മാധവത്തിലൂടെ ആണെങ്കിലും ധാരാളം ആളുകൾ ഇതൊക്കെ കേൾക്കുകയും അതനുസരിച്ചിട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെയൊരു ശീലമില്ലാത്തത് കൊണ്ട് ഘടം സ്ഥാപിച്ച് അങ്ങനെ ഒരു പൂജയൊന്നും നമ്മൾ ചെയ്യേണ്ട. കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശീലമില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഈ 9 ദിവസവും, അതായത് മാർച്ച് മാസം 19-ാം തീയതി മുതൽ മാർച്ച് 27-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ മത്സ്യമാംസാദി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, പറ്റുന്നെങ്കിൽ അരിഭക്ഷണം ഒഴിവാക്കുക. പറ്റുന്ന ആളുകൾ ഈ 9 ദിവസവും അരിഭക്ഷണം ഒഴിവാക്കി മറ്റാഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല അസുഖങ്ങൾക്കും മാറ്റമുണ്ടാകും. നമുക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, അല്ലെങ്കിൽ തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ധാരാളം ആളുകളുണ്ട്. അതുപോലെ കണ്ടമാനം ശരീരത്തിന് വണ്ണം വെക്കുക, നീര് വെക്കുക, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്.
അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ ശരീരത്തിന് നല്ല മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് ഈ 9 ദിവസങ്ങളും കഴിയുന്ന ആഹാരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് 3 നേരവും നിങ്ങൾക്ക് ആഹാരം കഴിക്കാം. പക്ഷെ ധാന്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠം. അല്ല, അരിഭക്ഷണമെങ്കിലും ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠം. അതല്ല, മത്സ്യമാംസാദി ഭക്ഷണങ്ങളെങ്കിലും ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ 9 ദിവസവും ഞാൻ വെജിറ്റേറിയൻ ആയിരിക്കും എന്നൊന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങേറ്റം ശ്രേഷ്ഠം. ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് തന്നെ ഗുണമുണ്ടാക്കും. ഈ 9 ദിവസങ്ങളും മഹാദേവിയുടെ 9 രൂപങ്ങളെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ശൈലപുത്രി, ചന്ദ്രഘണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി. ഈ 9 രൂപങ്ങൾ നമ്മൾ നവരാത്രി സമയത്ത്, ശാരദീയ നവരാത്രി സമയത്ത് നമ്മൾ ഈ 9 ദേവിമാരെ പറ്റിയിട്ടും ദേവിയുടെ കഥകളും അതുപോലെ തന്നെ എന്തൊക്കെ നൈവേദ്യങ്ങളാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടും നിറങ്ങളെ പറ്റിയിട്ടും നാമങ്ങളെ പറ്റിയിട്ടും ഒക്കെ തന്നെ നമ്മൾ വിശദമായി തന്നെ ആ സമയത്ത് പറഞ്ഞിരുന്നു. ഇനിയും നിങ്ങൾക്ക് ആ കഥ ഒന്നുകൂടി കേൾക്കണം. ഈ 9 ദിവസങ്ങളും നിങ്ങൾ ഭഗവതിയെ പ്രാർത്ഥിക്കാനും ഭഗവതിക്ക് പൂജകൾ ചെയ്യാനും ഭഗവതിക്ക് പ്രസാദങ്ങൾ സമർപ്പിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം. കമൻ്റ് ഇട്ടാൽ മാത്രമേ ഞാൻ ആ കഥ പറയുകയുള്ളൂ. കാരണം വെറുതെ അത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ 9 ദിവസവും 9 കഥകളായി നിങ്ങളോട് ഞാൻ ഓരോ ദിവസവും തലേ ദിവസം തന്നെ, അതായത് 19-ാം തീയതി നമ്മൾ നവരാത്രിയുടെ ആദ്യത്തെ ദിവസം തുടങ്ങുകയാണെങ്കിൽ 18-ാം തീയതി മുതൽ ഞാൻ കഥ പറഞ്ഞ് തുടങ്ങാം. കഥയും അതുപോലെ തന്നെ പ്രസാദങ്ങളും പൂജകളും ഒക്കെ തന്നെ പറഞ്ഞ് തുടങ്ങാവുന്നതാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടൂ. അങ്ങനെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കഥകളായിട്ട് പറഞ്ഞു തരാം. അതല്ലെങ്കിൽ ശൈലപുത്രി, ചന്ദ്രഘണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നീ ദേവതകളെ ഓരോ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കുക. അവരുടെ നാമങ്ങൾ ജപിക്കുക. അവർക്ക് വഴിപാടുകൾ സമർപ്പിക്കുക. അമ്മേ നാരായണ എന്ന നാമം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. ഈ 9 ദിവസങ്ങളിലും മഹാദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഒരു വ്രതനിഷ്ഠയോടുകൂടി മഹാദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 9 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി അമ്മ മഹാമായെ ആ ഒരു നിഷ്ഠയോടുകൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ഓരോ ദിവസങ്ങളും ദേവിയുടെ കൂടെ സഞ്ചരിക്കുകയാണ് അല്ലെ. ശൈലപുത്രി രൂപത്തിലുള്ള ഭഗവതിയുടെ കൂടെ, അതായത് ശ്രീ പാർവതീ ദേവിയുടെ ജനനം മുതൽ അങ്ങനെ ദേവിയുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ദേവിയുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയുടെ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ കണ്ണകിയുടെ കൂടെ സഞ്ചരിച്ചില്ലേ, അതുപോലെ ദേവിയുടെ കൂടെ, പാർവതീ ദേവിയുടെ കൂടെ നമ്മൾ അങ്ങനെ സഞ്ചരിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. കാരണം നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും നമ്മളെ സംരക്ഷിക്കുന്നത് അമ്മ മഹാമായയാണ്. അമ്മ മഹാമായയുടെ സംരക്ഷണം നമുക്കുണ്ടെങ്കിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ 9 ദിവസങ്ങളും നിങ്ങൾ വിധിപൂർവം പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഭക്തിയോടുകൂടി വ്രതനിഷ്ഠയിൽ ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുക. കൂടുതലായി നിങ്ങൾക്ക് അറിയണം, കഥ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും കമൻ്റ് ഇടണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചൈത്രമാസത്തിൽ നമ്മൾ അന്നദാനം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. കാരണം ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും പറ്റിയ മാസമാണ് ഈ ചൈത്രമാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും കാശിയിൽ അന്നദാനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് മനസ്സ് വെച്ചുകൊള്ളുക. നമ്മുടെ മാധവം എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. തികച്ചും സൗജന്യമാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ കിട്ടും. നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ എന്നെ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും അമ്മ മഹാമായ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. മാർച്ച് 19 മുതൽ മാർച്ച് 27 വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾ പൂർണ്ണമായ വ്രതനിഷ്ഠയിലിരുന്ന് ദേവിയെ പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.